ഉമ്മു മുഹമ്മദ് റളിയല്ലാഹുവിൻ്റെ നബി വർണ്ണന പ്രവാസി വായന ലക്കം സെപ്റ്റംബർ 2025. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹുവിനും ഹിജ്റ വേളയിൽ വഴിയിൽ വെച്ച് ഉമ്മു മുഹമ്മദ് എന്ന പേരായ ഒരു ഗ്രാമീണ വനിതയെ സമീപിച്ച് കുടിക്കാൻ വല്ലതും ലഭിക്കുമോ എന്ന് അന്വേഷിക്കുകയുണ്ടായി. അവർ നൽകാൻ തക്ക ഒന്നും തൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അതിനാൽ ഒന്നുമില്ല എന്ന് അവർ മറുപടി നൽകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയുടെ ടെന്റിന്റെ ഒരു മൂലയിൽ ഒരു ക്ഷീണിച്ച ആടിനെ കാണാനിടയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്ന് പാൽ കറന്ന് കുടിക്കാൻ അനുവാദം ചോദിച്ചു. ആ ആട് വളരെ ദുർബലയും പ്രായമായതുമാണെന്ന് അവർ പ്രതികരിച്ചു. എന്നാലും അവർ പാൽ കറന്നെടുക്കാൻ അനുവാദം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാൽ കറന്ന് കുടിച്ചു. അത് കണ്ട ആ സ്ത്രീ അത്ഭുതപ്പെട്ടു. സിദ്ദീഖ് റളിയല്ലാഹുവിനും വഴികാട്ടിയും വയർ നിറയെ കുടിച്ചു. അവർക്കും കുടിക്കാൻ കൊടുത്തു. അല്പം പാൽ വീട്ടുകാരന് വേണ്ടിയും കറന്നു നൽകി. തുടർന്ന് അവർ യാത്ര തുടർന്നു. ഭർത്താവ് തിരിച്ചെത്തിയപ്പോൾ പാൽ കണ്ടു. അദ്ദേഹം അത്ഭുതത്തോടെ അന്വേഷിച്ചു. ഉമ്മു മുഹമ്മദ് സംഭവിച്ചതെല്ലാം വിവരിച്ചു കൊടുത്തു. അവർ പറഞ്ഞു, വളരെ പ്രത്യേകതകളുള്ള ഒരാൾ ഇതുവഴി കടന്നു പോവുകയുണ്ടായി. അതെയോ? അബൂ മുഹമ്മദ് പറഞ്ഞു. അബൂ മുഹമ്മദ് ചോദിച്ചു, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, നീ ഒന്ന് വിവരിക്കൂ. അവർ പറഞ്ഞു, പ്രകാശിക്കുന്ന മുഖവും തിളക്കമാർന്ന ഭാവവുമുള്ള ഒരാൾ, ഒത്ത ഭംഗിയുള്ള ശരീരപ്രകൃതം, അമിതവണ്ണമോ ഉദരത്തിന് ഉയർച്ചയോ ഒന്നും തന്നെയില്ല. കണ്ണുകളിൽ കറുപ്പിൻ്റെ രാശി, നീളമുള്ള കൺപീലികൾ, ശബ്ദത്തിന് നല്ല വ്യക്തത, നീളമുള്ള പിരടി, നീണ്ട പുരികങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്നു, തിങ്ങിയ താടിരോമങ്ങൾ, മൗനത്തിലായിരിക്കുമ്പോഴും ഒരു പ്രൗഢി വലയം ചെയ്തിരിക്കുന്നു. സംസാരിക്കാൻ തുടങ്ങിയാൽ പൊഴിക്കുന്ന സംസാരം, ഉതിർന്നു വീഴുന്ന മുത്തുമണികൾ പോലെയാണ് ഓരോ വാക്കുകളും. നീളക്കൂടുതലോ നീളക്കുറവോ പറയാനില്ലാത്ത ഒത്ത ശരീരം, രണ്ട് കൊമ്പുകൾക്കിടയിൽ ഒരു കൊമ്പ് പോലെ, 3 പേർക്കിടയിലെ ഏറ്റവും സൗന്ദര്യമുള്ള ആൾ, ഒപ്പമുള്ളവർക്കിടയിൽ ഉന്നത സ്ഥാനം കൽപ്പിക്കപ്പെടുന്ന വ്യക്തി. അവിടുന്ന് സംസാരിച്ചാൽ ഒപ്പമുള്ളവർ സാകൂതം ശ്രദ്ധിച്ചു നിൽക്കും. അവരോട് എന്തെങ്കിലും ആജ്ഞാപിച്ചാൽ ധൃതിയിൽ അവരത് നിറവേറ്റും. ശിരസാവഹിക്കാൻ അവർ മത്സരിക്കും. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണമോ ശാരീരിക പരിഭവങ്ങളോ ഒന്നുമില്ല. മൊത്തത്തിൽ ആകർഷണീയമായ ഒരു മഹത് വ്യക്തിത്വം. ഇത്രമേൽ കേട്ട അബൂ മുഹമ്മദ് പറഞ്ഞു, ഇതുതന്നെയാണ് ഖുറൈശികൾക്കിടയിൽ വന്നിട്ടുള്ള മഹാനായ മനുഷ്യൻ. എനിക്കവരെ ഒന്ന് കണ്ടുമുട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനും അവരെ അനുഗമിക്കുമായിരുന്നു. ഉമ്മു മുഹമ്മദ് റളിയല്ലാഹു പിന്നീട് പറഞ്ഞു, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാൽ കറന്ന ആട് ഞങ്ങളുടെ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. ഹിജ്റ 18-ാം വർഷം ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് വലിയ ദാരിദ്ര്യമുണ്ടായി. മഴ ലഭിക്കാതെ എല്ലായിടത്തും കരിഞ്ഞ് വെണ്ണീര് പോലെയായ കാലത്തും ഞങ്ങളുടെ ഈ ആട് സമൃദ്ധമായി പാല് നൽകിയിരുന്നു. രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ പാൽ കറന്നെടുക്കുമായിരുന്നു.